ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് CPM-നെ വിമർശിച്ചത് എക്സ്ട്രീം റൈറ്റ് വിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ആശയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം കൂടിയാണ് താങ്കൾ. മറുശബ്ദങ്ങൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ച ഇതിനകത്ത് വളരെ വ്യക്തമായി കാണുന്നു. പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പുറത്ത്, എം പി രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പുറത്ത്, മുഖ്യമന്ത്രിക്ക് പരിപൂർണമായിട്ടുള്ള പ്രശംസ, PA മുഹമ്മദ് റിയാസിന് പരിപൂർണമായിട്ടുള്ള പ്രശംസ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ ആ ശബ്ദങ്ങൾക്കൊന്നും ഇടമുണ്ടാകണ്ട എന്ന് പറയുന്നിടത്ത് നേരത്തെ ശ്രീ ജോർജ് പടിപ്പാറ പറഞ്ഞ പോലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയില്ല, അധികാര തുടർച്ച മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് തോന്നുമ്പോൾ ഒരുപക്ഷെ വലതുപക്ഷം പോലും അത്ഭുതത്തോടുകൂടി ഇത് കാണുന്നുണ്ടാവുമോ? നോക്കൂ അപർണ, CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥ ഞാൻ കാണുന്നില്ല. കാരണം അവർ കഴിഞ്ഞ 8 വർഷമായിട്ട് അവരുടെ എല്ലാ നയങ്ങളും മാറ്റി മാറ്റി വരികയാണ്. അതാണ് അവരുടെ രാഷ്ട്രീയം. പുതിയതായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP-ക്കെതിരായിട്ടുള്ള നിലപാട് ശക്തമാക്കണം. അത് ശക്തമാക്കാൻ തയ്യാറല്ല തങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് EP ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വീണ്ടും ഉൾപ്പെടുത്തിയെന്നുള്ളതാണ്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് അദ്ദേഹം BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിലാണ്. പക്ഷെ അന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് സംഘടനാപരമായ ഒരു നടപടിയല്ല എന്നാണ്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ അന്ന് പറഞ്ഞത് സംഘടനാപരമായ നടപടിയാണെന്നാണ്. ഏതാണ് ശരിയെന്ന് പ്രവർത്തകർക്കും അറിയില്ല, നമുക്കും അറിയില്ല. എന്തായാലും സംഘടനാപരമായ നടപടിയല്ലെന്ന ഗോവിന്ദ മാഷിന്റെ അന്നത്തെ നിലപാട് സാധൂകരിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, CPM-ന്റെ ഒരു സമ്മേളനം രാഷ്ട്രീയം ചർച്ച ചെയ്യണമെങ്കിൽ അവിടെ അഭിപ്രായ സംഘടനകളും ആശയ സംഘടനകളും ഉണ്ടാകണം. അതുണ്ടാകാത്ത ഒരു സമ്മേളനത്തിൽ ഒരുവിധ രാഷ്ട്രീയവും ചർച്ച ചെയ്യാൻ സാധിക്കില്ല. ഇത് വാഴ്ത്തുപാട്ടുകാരുടെ കാലത്ത് നടന്ന ഒരു സമ്മേളനമാണ് എന്ന് നമ്മൾ ആദ്യമേ തന്നെ വിലയിരുത്തിയതാണ്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് രൂപീകരണമോ സംസ്ഥാന കമ്മിറ്റി രൂപീകരണമോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് താൻ തിരഞ്ഞെടുക്കപ്പെടാത്തതിൽ ക്ഷുഭിതനായി പത്മകുമാർ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിന്നീട് ഇത് പിൻവലിച്ചെങ്കിലും അത് ചർച്ചയായ ശേഷമാണ് പിൻവലിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും നീറിപ്പുകയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവർ വിചാരിച്ച പോലെ എല്ലാം സുതാര്യമല്ല. അടിച്ചേൽപ്പിച്ച അച്ചടക്കമാണ് അവിടെ നടന്നത്. അവിടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്തിരുന്നില്ല. അവിടെ വേണ്ട രീതിയിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. അതെല്ലാം ഒരു രീതിയിൽ ഒരു ആജ്ഞാപിക്കലായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവ് പത്മകുമാറിൻ്റെ ഇന്നത്തെ പ്രതികരണമാണ്. അതുമാത്രവുമല്ല, P ജയരാജൻ ഇവിടെ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ പറഞ്ഞു P ശശിയെ ഒഴിവാക്കി, അതുപോലെ AK ബാലൻ ഒഴിവായി. അതിലൊന്നും വലിയ അർത്ഥമില്ല. കാരണം AK ബാലൻ ഒഴിവായാലും ബാലനായിരിക്കും ഇനി ഭരിക്കുക. ശശി സെക്രട്ടേറിയറ്റ് വേണമെന്നില്ല. ശശി ക്ലിഫ് ഹൗസിൽ ഇരുന്നാൽ മതി. സെക്രട്ടേറിയറ്റിലേക്ക് ശശിയുടെ കൈകൾ ക്ലിഫ് ഹൗസിൽ നീണ്ടുപൊക്കോളും. പിന്നെ എന്തിനാ ശശി സെക്രട്ടേറിയറ്റ് വരുന്നത്? ഇതൊക്കെ നമുക്ക് പൊതുജനത്തോടെ പറയാമെന്നല്ലാതെ കൃത്യമായിട്ട് ആലോചിച്ചാൽ ഇവരൊന്നും സെക്രട്ടേറിയറ്റ് വേണ്ട. AK ബാലൻ സെക്രട്ടേറിയറ്റ് ഇല്ലെങ്കിലും അദ്ദേഹമാണ് പാർട്ടിയുടെ ഇനിയുമുള്ള പ്രതികരിക്കാനുള്ള നേതാവായിട്ട് അദ്ദേഹം തന്നെ വരും. അദ്ദേഹത്തെ ഒന്നും വിലക്കാൻ പറ്റില്ല. AK ബാലൻ, EP ജയരാജൻ, പിണറായി വിജയനൊക്കെ ഒരേ കാലത്തുള്ളവരാണ്, ഒരേ കോളേജിൽ പഠിച്ചവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശശിയെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ധാരണ ശശിയെ കൂടെ ഒഴിവാക്കി നിർത്തിയെന്നാണ്. അല്ല, ശശി ക്ലിഫ് ഹൗസിൽ മതി. സെക്രട്ടേറിയറ്റിൽ എന്താണ് നടത്തേണ്ടതെന്ന് ശശി തീരുമാനിച്ചോളും. അതൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഇവിടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം സാധാരണ നടന്നു കഴിഞ്ഞാൽ ആ സമ്മേളനത്തിൽ ഉണ്ടാകാവുന്ന ഒരു നയപ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. സാധാരണ പാർട്ടി സെക്രട്ടറിയും കേന്ദ്ര CPM ദേശീയ ജനറൽ സെക്രട്ടറിയൊക്കെയാണ് സമ്മേളനത്തിന്റെ നടപടികൾ നിയന്ത്രിക്കുക. ഇവിടെ പിണറായി വിജയന്റെ നവകേരളത്തിലേക്കുള്ള പുതുവഴികളാണ് ചർച്ച ചെയ്തത്. അത് ചർച്ച ചെയ്തപ്പോൾ എന്താണ് പറഞ്ഞത്? ചിലരൊക്കെ അഭിപ്രായമല്ല ഉന്നയിച്ചത്, സംശയങ്ങളാണ്. അതായത് വളരെ നിരുപദ്രവമായ സംശയങ്ങളുണ്ടല്ലോ. അങ്ങനെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവിടെ അവകാശം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇതൊന്നും ഈ സമ്മേളനത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഇത് കുറെ കാലമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ പ്രതീക്ഷിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ BJPയെ കുറിച്ചുള്ള CPM-ന്റെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. അത് വളരെ വ്യക്തമാണ്. കാരണം BJP അവരുടെ മുഖ്യ ശത്രു അല്ല. അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇനി അതുമാത്രവുമല്ല, ഈ വലതുപക്ഷ ചിന്തയിലേക്ക് CPM പോകുന്നു എന്ന് പറയുമ്പോൾ വലതുപക്ഷ ചിന്ത ഇടതുപക്ഷ ചിന്ത എന്നുള്ള കാലമൊക്കെ പോയി കഴിഞ്ഞു.
കോൺഗ്രസിൽ കൂടുതൽ ഇടതുപക്ഷ ചിന്താധിക്കാരായ യുവാക്കൾ വരികയും CPM-ൽ ഇടതുപക്ഷക്കാര് എന്ന് പറഞ്ഞവർ വലതുപക്ഷ ആശയഗതിയിലേക്ക് മാറുകയും ചെയ്യുന്ന കുറെ കാലമായിട്ട് കാണുകയാണ്. അതുകൊണ്ടാണല്ലോ UDF കൊണ്ടുവന്ന എല്ലാ നയങ്ങളും അപ്പാടെ ഇങ്ങോട്ട് കുടഞ്ഞിടുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതാണ് പറ്റുന്നത്, അപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. ഇവിടെ ഇനി വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇനി ഈ പാർട്ടിയിൽ ഉയർന്നു വരാൻ പോകുന്നത്. അത് P. ജയരാജൻ, എന്തുകൊണ്ട് P. ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നൊരു ചോദ്യം നിസ്സാരമല്ല. കാരണം P. ജയരാജനെക്കാട്ടിലും ജൂനിയറായുള്ളവരെ ഉൾപ്പെടുത്തുമ്പോൾ P. ജയരാജൻ ഈ പാർട്ടിക്ക് അനഭിമതനാണെന്നൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പമുള്ള ഒരു വിഭാഗമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ CPM എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ചർച്ചയുടെ ഹെഡിങ്ങിൽ കൊടുത്തതുപോലെ പിണറായിയാണ് CPM ആണ് പിണറായി എന്നുള്ളത് 8 വർഷമായി തുടരുന്നതാണ്. അത് അരക്ക് തുറപ്പിച്ചു എന്ന് നമുക്ക് പറയാം. അതുമാത്രമല്ല, ഇവിടെ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി, എന്ന യുവ നേതാവ് കൂടുതൽ ശക്തനാവും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിരിക്കുന്നവരെല്ലാവരും, അതിലെ KK ശൈലജയെ ഉൾപ്പെടുത്തിയത് വിമർശനം തടയാൻ വേണ്ടിയിട്ടാണ്. കാരണം ശൈലജയെ പോലുള്ളവരെ മാറ്റി നിർത്താൻ കഴിയില്ല. പക്ഷെ P. ജയരാജനെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, P. ജയരാജനും EP ജയരാജനും MV ജയരാജനും MV ഗോവിന്ദനും അതുപോലെ P. ശശിയും ഒക്കെയുള്ള കണ്ണൂരിൽ നിന്നും അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ഒരാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വരുന്നതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. EP ജയരാജന്റെ അഭിപ്രായ പ്രകടനമൊക്കെ പിണറായിക്ക് അറിയാം എന്താ എവിടം വരെ എത്തും എന്നുള്ളത്. P. ജയരാജന്റെ അഭിപ്രായ പ്രകടനം അങ്ങനെയല്ല. P. ജയരാജന് വേണ്ടി ഒരു വിഭാഗം യുവാക്കൾ PJ ആർമി ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകർ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ആരാധകർ മറ്റു നേതാക്കൾക്കില്ല. അതുകൊണ്ട് എങ്കിൽ P. ജയരാജൻ പുറത്തു നിൽക്കട്ടെ എന്ന് പാർട്ടി കരുതി. ഇനി അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറഞ്ഞു സൂസൻ കോടി എന്ന വനിതാ നേതാവിനെ മാറ്റി നിർത്തി. അതിൽ വലിയ കാര്യമൊന്നുമില്ല. സൂസൻ കോടി ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ പ്രസിഡന്റാണ്. അവരെ കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റിയിലേക്ക് ഒരു പ്രകടനം നടത്തിയപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ പാർട്ടി നടപടി എടുത്തു എന്നാണല്ലോ പറയുന്നത്. വിഭാഗീയത അനുവദിക്കില്ല, പ്രാദേശിക തലത്തിൽ വിഭാഗീയത തലപൊക്കുന്നു എന്നൊക്കെയാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു മാറ്റി നിർത്തലാണ്. അവരെ എനിക്ക് തോന്നുന്നത് 6 മാസം കഴിഞ്ഞ് അവരെ ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ എന്താണ്? അത് ഈ സമ്മേളനം പുറത്തേക്ക് വിട്ടില്ലല്ലോ. ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് എന്താ പറയാതിരുന്ന സമ്മേളനത്തിൽ നമ്മൾ കേട്ടത് ഇതുവരെയുള്ള വഴിയൊക്കെ അടച്ചു. 2016 തൊട്ടുള്ള നവകേരള വഴികളൊക്കെ ഇന്നലെ കഴിഞ്ഞ 9-ാം തീയതി ഈ 2 ദിവസം മുമ്പ് അടച്ചിട്ടു. പിന്നെ പുതുവഴി തുറക്കുകയാണ്. ഈ പുതുവഴി തുറക്കണമെങ്കിൽ അതിലേക്ക് പണം വേണം. പണം ജനങ്ങളുടെ കയ്യിലെത്തണം. പണം ഇവിടെ കിട്ടും. അപ്പൊ ഗോവിന്ദ മാഷ് പറയുന്നത് ആ വിഭവ സമാഹരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ 2 രൂപ OP ടിക്കറ്റിന് കൂട്ടി ആശുപത്രിയിൽ, സർക്കാർ ആശുപത്രിയിൽ 10 രൂപ ഉണ്ടെങ്കിൽ 12 രൂപയാവും. 2 രൂപ വലിയ കാര്യമാണെന്നാ ചോദിക്കുന്നത്. കാര്യമല്ല എന്ന് ശരി, കാര്യമല്ല, ആയിക്കോട്ടെ. ഇവിടെ ആശാവർക്കർമാരുടെ സമരം ഇവിടെ കഴിഞ്ഞിട്ടില്ല. ആ ആശാവർക്കർമാർക്ക് പണം കൊടുത്തിട്ടില്ല. ഇതിൽ എന്ത് നവവഴിയാ, എന്ത് പുതുവഴിയാ? ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായി ഉണ്ടായെന്ന് വരുത്തി തീർക്കണം, മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ നവവഴിയും പുതുവഴി എന്നൊക്കെ പറയുമ്പോഴേ ജനങ്ങൾ ചോദിക്കുന്നത് പണം എവിടെ? അതായത് ക്ഷേമ പെൻഷൻ കൂട്ടിയിട്ടില്ലല്ലോ, ഈ 2500 രൂപ ആക്കിയിട്ടില്ലല്ലോ. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അതാക്കിയിട്ടില്ലല്ലോ. UDF കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ മാറ്റിമറിക്കുന്നു പറഞ്ഞിട്ട് അത് മാറ്റിമറിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഏത് നയം അവർക്കുള്ളത്? ഇവർ UDFന്റെ നയം ഇവർക്ക് കടമെടുത്തിരിക്കുന്നു. കാരണം എന്താണ്? ഇവർക്ക് നയമില്ല. ഇവർക്ക് എന്താ നയമില്ലാത്ത? ഇവർക്ക് നയമുണ്ടെന്ന് പറഞ്ഞാൽ നടപ്പാക്കാനുള്ള ആർജവം അവർക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പഴയകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പിന്നെ പിണറായി വിജയന്റെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു പുതുമയില്ല. കാരണം എന്താ വെച്ചാല്, കഴിഞ്ഞ കാല സമ്മേളനങ്ങളിൽ എറണാകുളം സമ്മേളനം വരെ എന്ന് നമുക്ക് പറയാം. കോട്ടയം സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയാൽ നമുക്കറിയാമല്ലോ. ആലപ്പുഴ സമ്മേളനത്തിലോ കോട്ടയം സമ്മേളനത്തിലോ കണ്ട് ഇവിടെ അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയില്ല. പക്ഷേ പത്മകുമാർ പൊതുസമ്മേളനം ബഹിഷ്കരിച്ച് പോസ്റ്റ് ഇട്ടു. അതിന്റെ അർത്ഥം എന്താണ്? പാർട്ടിയിൽ നീറി പുകയുന്നവരുണ്ടെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയല്ലേ? അതെ, തീർച്ചയായിട്ടും. പക്ഷെ നീറിപ്പുകയുന്ന ശബ്ദങ്ങൾക്ക്, തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീകുമാർ, നീറിപ്പുകയുന്ന ശബ്ദങ്ങൾക്ക് ഇനി സ്പേസ് ഉണ്ടോ? ആ ശബ്ദം കേൾപ്പിക്കാനും ചോദ്യമുണ്ട്. ഡോക്ടർ